ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വികാരങ്ങളും സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് നിധി എടുക്കുന്ന വലിയൊരു തീരുമാനം എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. അങ്ങനെ രാജീവിൻ്റെ വീട്ടിൽ നിന്നും സുധീഷും സുഭാഷും നികേഷും ഹരീഷും ഭാസ്കരനും ചേർന്ന് നിധിയെ സുരക്ഷിതമായിട്ട് കിളിക്കൂട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും അങ്ങനെ കിളിക്കൂട്ടിലേക്ക് എത്തുമ്പോൾ ആദ്യം നികേഷ് സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും പിന്തുടർന്ന് വന്നിട്ടുണ്ടാകുമോ എന്നുള്ളൊരാശങ്കയാണ് നികേഷിന്. എന്നാൽ ഭാസ്കരൻ ആത്മവിശ്വാസത്തോടെ ഇത് നമ്മുടെ വീടും നമ്മുടെ ഏരിയയുമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സമാധാനപ്പെടുത്തുന്നു. തുടർന്ന് സുഭാഷ് നിധിയോട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നിധി തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. രാജീവും ഹേമയും തന്നെ തക്കലയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത് എന്നും അവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശമെന്നും അവൾ പറയുന്നു. തിരുവനന്തപുരത്ത് ജോലി ചെയ്യാനും സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവർ അനുവദിക്കില്ല എന്നുള്ളൊരു ഭയമാണ് നിധിയെ രാത്രിയിൽ തന്നെ അവിടെ നിന്നും രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളൊരു സത്യവും നിധി തുറന്നു പറയുന്നുണ്ട്. ഇത് കേട്ട സുഭാഷിന് വലിയ വിഷമാകുന്നു. രാജീവ് ഇങ്ങനെ ചെയ്യുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ലെന്നാണ് സുഭാഷ് പറയുന്നത്. പക്ഷേ സുധീഷിന് തുടക്കം മുതൽ തന്നെ ഈ ഒരു കാര്യത്തിൽ സംശയമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് എല്ലാവരോടും നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് എന്നുള്ള കാര്യവും പറയുന്നു. നിധിയാണെങ്കിൽ തൻ്റെ ജോലിയാണ് ഏറ്റവും പ്രധാനമെന്നും ഭയന്ന് ജീവിക്കാൻ ഇനി തനിക്ക് കഴിയില്ല എന്നും പറയുന്നു. നിധിയുടെ വാക്കുകൾ കേട്ട് എല്ലാവർക്കും നിധിയുടെ മനസ്സിൽ ആ ഒരു വേദന മനസ്സിലാകുന്നുണ്ട്. ഇതിനിടയിൽ നികേഷ് ഒരു തമാശ പറയുകയും ചെയ്യുന്നു. വലിയ ആക്ഷൻ സീക്വൻസുകളും ചേസിങ്ങും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ചെറിയ ടെൻഷനോടെ തന്നെ നിധിയെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് നികേഷ് പറയുന്നത്. അപ്പോഴാണ് ഭാസ്കരൻ്റെ ഹോൺ അടിച്ച സംഭവത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത്. ഭാസ്കരൻ തന്നെ രാജീവിനെ പുറത്തേക്ക് വിളിച്ചിറക്കാനാണ് ഹോൺ അടിച്ചതെന്ന് തുറന്ന് സമ്മതിക്കുന്നു. സുധീഷ് അത് കേട്ട് അല്പം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഒടുവിൽ എല്ലാവരും ചിരിയിലേക്കാണ് എത്തുന്നത്. പിന്നീട് സുഭാഷ് നിധിയോടെ സ്നേഹത്തോടെ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുന്നു. നിധി എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഒരു വിളി കേട്ട് ഉടനെ തന്നെ എല്ലാവരും എത്തിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. സുഭാഷും നിധിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളല്ലേ വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ധൈര്യം നൽകുന്നു. സംസാരത്തിനിടയിൽ നിധി ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് തനിക്ക് വീണ്ടും ജീവൻ കിട്ടിയതുപോലെ തോന്നുന്നതെന്ന്. കിളിക്കൂടാണ് ഇപ്പോൾ തൻ്റെ യഥാർത്ഥ വീടെന്നും ഇവിടെ താമസിക്കുമ്പോഴാണ് സമാധാനം ലഭിക്കുന്നതെന്നും നിധി തുറന്നു പറയുന്നു. ഈ വാക്കുകൾ കേട്ട് വീട്ടിലുള്ള എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷം തന്നെയാണ് നിറയുന്നത്. അതിനുശേഷം ചെറിയ തമാശകളും നടക്കുന്നുണ്ട്. സുധീഷ് നിധി തനിക്ക് വേണ്ടിയാണ് തിരികെ വന്നതെന്ന് പറഞ്ഞ് നികേഷിനെയും ഹരീഷിനെയും കളിയാക്കുന്നു. എന്നാൽ നിധി ഉടനെ തന്നെ തൻ്റെ ജോലിക്ക് വേണ്ടിയാണ് തിരികെ വന്നത് എന്ന് മറുപടി നൽകുന്നു. എങ്കിലും സുധീഷ് അവൾക്ക് തന്നോട് ഇഷ്ടം തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഉറങ്ങാനായിട്ട് പോകുന്നു. പിന്നീട് രാജീവ് തക്കലയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. അതായത് നിധിയും തങ്ങളോടൊപ്പം വരുമെന്ന് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ ഹേമയ്ക്ക് എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. നിധിയുടെ മുറിയിൽ ഒരു ശബ്ദവും കേൾക്കാത്തത് ഹേമയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ രാജീവും ഹേമയും ചേർന്ന് നിധിയുടെ മുറിയിലേക്ക് പോകുന്നു. വാതിൽ തുറന്ന് നോക്കുമ്പോൾ നിധി മുറിയിലില്ല. ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും അത് സ്വിച്ച്ഡ് ഓഫ്. പിന്നിലെ വാതിൽ തുറന്നു കിടക്കുന്നതും കണ്ടതോടെ രാജീവിന് എല്ലാം മനസ്സിലാകുന്നു. രാത്രിയിൽ സുധീഷും കൂട്ടരും വന്നാണ് നിധിയെ കൂട്ടിക്കൊണ്ടു പോയത് എന്നുള്ള കാര്യം രാജീവ് ഉറപ്പിക്കുന്നുണ്ട്. അതിന് പിന്നാലെ രാജീവും ഹേമയും നേരെ കിളിക്കൂട്ടിലേക്ക് എത്തുകയാണ്. പുറത്തിരുന്ന ഭാസ്കരൻ അവരെ കണ്ടപ്പോൾ തന്നെ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അവർ നിധിയെ അന്വേഷിക്കുമ്പോൾ ഭാസ്കരൻ തമാശയോടെയും ആത്മവിശ്വാസത്തോടെയും അവൾ തൻ്റെ മരുമകളാണെന്നും ഇവിടെ തന്നെയാണെന്നും പറയുന്നു. അങ്ങനെ രാജീവും ഹേമയും അകത്ത് കയറി നിധിയെ വിളിക്കുന്നുണ്ട്. നിധി വന്നതോടെ രാജീവ് വളരെ ശാന്തമായിട്ട് ആദ്യം സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാ പറയാതെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ലായിരുന്നു എന്നാണ് നിധിയുടെ മറുപടി. അങ്ങനെ ഹേമയും രാജീവും നിധിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്. തക്കലയിൽ തന്നെ ജോലി ചെയ്യാൻ ഓഫീസ് ഒരുക്കാമെന്നും അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ അനുവദിക്കാമെന്നും രാജീവ് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ നിധി ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അച്ഛൻ പറയുന്നതെല്ലാം തന്നെ തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്നും ഇനി ആ വീട്ടിലേക്ക് മടങ്ങാൻ തനിക്ക് കഴിയില്ല എന്നും നിധി ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയുന്നുണ്ട്. അവസാനം രാജീവ് ക്ഷമ നശിച്ച് നിധിയുടെ കൈ പിടിച്ച് ബലമായിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിധി തൻ്റെ അച്ഛൻ്റെ കൈ തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. താൻ ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കുക എന്നും ഒരിക്കലും തിരികെ പോകില്ല എന്നും നിധി ഉറച്ച നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവിൽ സംഭവിക്കുന്നത്. അതായത് രാജീവും ഹേമയും ഒരു കാര്യം നിധിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുധീഷിനെ ഡിവോഴ്സ് ചെയ്ത ഒരാൾക്ക് എങ്ങനെ വീണ്ടും ഈ വീട്ടിൽ താമസിക്കാൻ കഴിയുമെന്ന് അവർ ചോദിക്കുന്നു. എന്നാൽ അതിന് നിധി പറയുന്ന മറുപടിയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്.
അതാണ് പ്രശ്നമെങ്കിൽ എൻ്റെയും സുധീഷിൻ്റെയും കല്യാണം വീണ്ടും നടത്തിത്താ എന്ന് നിധി തുറന്നടിച്ച് പറയുന്നത് കേട്ട് രാജീവും ഹേമയും പൂർണ്ണമായിട്ടും ഞെട്ടിപ്പോകുന്നുണ്ട്. അതേസമയം സുധീഷാണെങ്കിൽ അത് ആ ഒരു കാര്യം നിധിയുടെ നാവിൽ നിന്നും വരുന്ന ആ ഒരു വാക്ക് വിശ്വസിക്കാനാകാതെ സന്തോഷത്തിൽ നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുഭാഷും നികേഷും ഹരീഷും ഭാസ്കരനും എല്ലാവരും അതിശയത്തോടെയും സന്തോഷത്തോടെയും നിധിയുടെ തീരുമാനം കേൾക്കുന്നു. നിധി പിന്നീട് തൻ്റെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. കോടതിയിൽ പോയത് ഡിവോഴ്സ് ചെയ്യാനല്ലായിരുന്നുവെന്നും സുധീഷിനോട് സംസാരിച്ച് പ്രശ്നം തീർക്കാനായിരുന്നു ഉദ്ദേശമെന്നും അവൾ വെളിപ്പെടുത്തുന്നു. ഒരു നിമിഷത്തെ ദേഷ്യത്തിലാണ് ഡിവോഴ്സിന് സമ്മതിച്ചതെന്നും കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ ആ വിവാഹം ഒരിക്കലും തകരില്ലായിരുന്നുവെന്നും നിധി പറയുന്നുണ്ട്. അതോടൊപ്പം മാതാപിതാക്കൾ തൻ്റെ ജീവിതത്തിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും അവൾ ഓർമ്മിപ്പിക്കുന്നു. ഇഷ്ടമുള്ള കോളേജിൽ പഠിക്കാൻ അനുവദിക്കാതിരുന്നതും ജോലി ചെയ്യാൻ തടഞ്ഞതും സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് വിവാഹം നടത്താൻ ശ്രമിച്ചതുമെല്ലാം അവൾ തുറന്നു പറയുന്നുണ്ട്. കിളിക്കൂട്ടിൽ കഴിഞ്ഞ 1 വർഷമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാലമെന്നും ഇവിടെ എല്ലാവരും തൻ്റെ തീരുമാനങ്ങളെ മാനിക്കുന്നുവെന്നും നിധി വികാരനിർഭയമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഒടുവിൽ എല്ലാവരുടെയും മുന്നിൽ നിധി വീണ്ടും ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, അച്ഛാ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എൻ്റെയും സുധീഷിൻ്റെയും കല്യാണം വീണ്ടും നടത്തി തരണം. ഈ വാക്കുകൾ കേട്ട് രാജീവും ഹേമയും കണ്ണീരോടുകൂടിയാണ് നിൽക്കുന്നത്. സുധീഷും വികാരാധീനനായിട്ട് നിധിയെ നോക്കുന്നു. വീട്ടിലുള്ള എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറയുന്നു. പക്ഷേ രാജീവ് ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കുമോ, അതോ നിധിയെ വീണ്ടും കൊണ്ടുപോകാനായിട്ട് മറ്റൊരു വഴി കണ്ടെത്തുമോ? ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. കൂടാതെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത റിവ്യൂവിൽ വീണ്ടും കാണാം. താങ്ക്